സ്കൂളിൽ പഠനത്തിൽ പിന്നോക്കം നിൽക്കുന്ന കുട്ടികളെ മികവുറ്റ വിദ്യാർത്ഥികളാക്കാൻ കണ്ണൂരിൽ ലേൺ ഫിഡൻസ് എന്ന സ്ഥാപനം പ്രവർത്തനം ആരംഭിച്ചു. കുട്ടികളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി പ്രത്യേകം തയ്യാറാക്കിയ സിലബസ് വഴിയാണ് ഒരു കുട്ടിക്ക് ഒരു അധ്യാപകൻ എന്ന രീതിയിൽ ക്ലാസുകൾ നൽകുന്നത്. നിങ്ങളുടെ കുട്ടികൾ പഠനത്തിൽ അല്പം പിറകോട്ടാണോ? എന്നാൽ ഒട്ടും പേടി വേണ്ട, നിങ്ങളെ സഹായിക്കാൻ ഇവിടെ ലേൺ ഫിഡൻസ് ഉണ്ട്. കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ സ്റ്റുഡന്റ് എമ്യൂണിറ്റി സെന്ററിലാണ് ഈ എഡ്യൂക്കേഷൻ സ്റ്റാർട്ടപ്പ് തുടങ്ങിയിരിക്കുന്നത്. നിങ്ങളുടെ കുട്ടികളുടെ പ്രശ്നങ്ങൾ ശാസ്ത്രീയമായി മനസ്സിലാക്കിയുള്ള പഠനമാണ് ഇവർ നൽകുന്നത്. ഇതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചിട്ടുള്ള ലേൺ ഫിഡൻസ് എന്ന സ്ഥാപനം. കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ ഇന്നൊവേഷൻ ആൻഡ് ഇൻക്യുബേഷൻ ഫൗണ്ടേഷന്റെ ഉള്ളിലാണ് ഈ എഡ്യൂക്കേഷൻ സ്റ്റാർട്ടപ്പ് പ്രവർത്തിക്കുന്നത്. എങ്ങനെയാണ് ഇതിന്റെ പ്രവർത്തനം എന്നുള്ളത് നമുക്ക് അകത്ത് പോയിട്ട് നോക്കാം. പല കാരണങ്ങൾ കൊണ്ട് പഠനത്തിൽ ശ്രദ്ധിക്കാൻ കഴിയാത്ത കുട്ടികളുണ്ടാവും. അവരുടെ പ്രശ്നങ്ങൾ ശാസ്ത്രീയമായി മനസ്സിലാക്കി സിലബസ്, പാഠപുസ്തകം തുടങ്ങിയവ തയ്യാറാക്കിയുള്ള പഠനമാണ് ലേൺ ഫിഡൻസ് നൽകുന്നത്. കുട്ടികൾക്ക് കോൺഫിഡൻസോടെ പഠിക്കാനുള്ള അവസരമാണ് ലേൺ ഫിഡൻസ് ഒരുക്കി നൽകുന്നത്. ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ്, കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റ്, സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ, റെമഡിയൽ മെന്റർ, ബിഹേവിയറൽ തെറാപ്പിസ്റ്റ് തുടങ്ങിയവർ ചേർന്ന ടീമാണ് കുട്ടികൾക്കായി ഇൻഡിവിജ്വൽ എഡ്യൂക്കേഷണൽ പ്ലാൻ തയ്യാറാക്കുന്നത്. ശേഷം അവരുടെ അഭിരുചിക്കും സമയത്തിനും അനുസരിച്ച് ഓൺലൈൻ ക്ലാസുകൾ നൽകും. ഹലോ നീത, മിസ് ഇന്ന് മോളുടെ മെമ്മറി ടെസ്റ്റ് ചെയ്യാൻ പോവാണ്. നോക്കിയാലോ? മിസ് ഇവിടെ കുറച്ച് പിക്ചേഴ്സ് മോളെ കാണിക്കാം. മോളത് ഐഡൻറ്റിഫൈ ചെയ്യണം. എന്നിട്ട് ഓർത്തിരുന്നിട്ട് മിസ് ചോദിക്കുമ്പോൾ പറഞ്ഞു തരണം കേട്ടോ. ഓക്കെ, ഫസ്റ്റ് പിക്ചർ എന്താണ്? ഇത് നോക്ക്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ. യെസ്. LKG മുതൽ 10 വരെയുള്ള ക്ലാസുകളിലെ കുട്ടികൾക്കാണ് പരിശീലനം നൽകുന്നത്. മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി, അറബി, മാത്സ് ക്ലാസുകളാണ് നിലവിൽ നൽകുന്നതെന്ന് ലേൺ ഫിഡൻസ് ഫൗണ്ടർ സത്താർ മുനമ്പത്ത് പറഞ്ഞു. ലേൺ ഫിഡൻസിന്റെ ഫൗണ്ടർ ആയിട്ടുള്ള സത്താർ മുനമ്പത്ത് അദ്ദേഹം നമ്മുടെ കൂടെയുണ്ട്. നമുക്ക് എന്തായാലും ആ കാര്യങ്ങളൊക്കെ അദ്ദേഹത്തോടൊന്ന് ചോദിക്കാം. ശരി, എങ്ങനെയാണ് ഇങ്ങനെ ഒരു ഐഡിയ? സാധാരണ ഈ ബാക്ക്വേർഡ് ആയിട്ടുള്ള കുട്ടികൾ എങ്ങനെ ആരും പരിഗണിക്കുന്നത് കണ്ടിട്ടില്ല. എന്നാലും നിങ്ങൾ അവർക്കാണ് ഫുള്ള് കൊടുത്തിട്ടുള്ളത്. എങ്ങനെയാണ് ഇങ്ങനെ ഒരു ഐഡിയയിലേക്ക് എത്തിയിട്ടുള്ളത് എന്ന് പറയും. ഓക്കെ, ഞാൻ അധ്യാപകനാണ്. ഞാനൊരു ദിവസം എൻ്റെ സുഹൃത്തിൻ്റെ വീട്ടിലേക്ക് പോയപ്പോൾ അവൻ്റെ ഒരു കുട്ടിയെക്കുറിച്ച് എൻ്റെ സുഹൃത്ത് പറഞ്ഞതാണ്. എല്ലാ കാര്യത്തിലും ഓക്കെയാണ്, കളിക്കാനായാലും ബന്ധുക്കളെ പരിഗണിക്കാനായാലും, പക്ഷേ എല്ലാ വിഷയത്തിലും 10ൻ്റെ താഴെയാണ് മാർക്ക്. അതുകൊണ്ട് പാരൻസ് മീറ്റിങ്ങിന് പോകുന്ന സമയത്ത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതെങ്ങനെയെങ്കിലും മാറ്റാൻ നിനക്ക് സാധിക്കുമോ എന്ന് ചോദിച്ചപ്പോഴാണ് ഞാൻ ഈ മേഖലയിലേക്ക് എത്തിയതും അതിനെക്കുറിച്ച് പഠിച്ച് ഒരു ടീമിനെ ബിൽഡ് ചെയ്ത് ബാക്ക് ബെഞ്ചേഴ്സായ പഠനത്തിൽ പ്രയാസം അനുഭവിക്കുന്ന, എഴുതാനും വായിക്കാനും ബുദ്ധിമുട്ടുള്ള കുട്ടികൾക്ക് ഒരു പരിഹാരം നൽകുവാൻ വേണ്ടിയിട്ടാണ് ലേൺ ഫിഡൻസ്, ലേണിംഗ് വിത്ത് കോൺഫിഡൻസ് എന്ന ഓൺലൈൻ എഡ്യൂക്കേഷൻ പ്ലാറ്റ്ഫോം ഉണ്ടാക്കിയിട്ടുള്ളത്. എത്ര ക്ലാസ് മുതൽ എത്ര ക്ലാസ് വരെയുള്ള കുട്ടികളെയാണ് നിങ്ങൾ നിലവിൽ സെലക്ട് ചെയ്യുന്നത്? സാധാരണയായി നമുക്ക് അഡ്മിഷൻ വരുന്നത് LKG മുതൽ 10ാം ക്ലാസ് വരെയുള്ള കുട്ടികളാണ് വരുന്നത്. അപൂർവമായി വലിയ പ്രായമുള്ളവരും എഴുതാനും വായിക്കാനും ബുദ്ധിമുട്ടുള്ളവരും നമുക്ക് അഡ്മിഷൻ എടുക്കുന്നുണ്ട്. ഈ ഏത് വിഷയത്തിലായാലും മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി, അറബിക്, മാത്സ് തുടങ്ങിയ വിഷയങ്ങളിൽ പഠന പ്രയാസം അനുഭവിക്കുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം ഓൺലൈനായി ഒരു കുട്ടിക്ക് ഒരു ടീച്ചർ എന്ന നിലക്ക് നമ്മൾ കൊടുക്കുന്നുണ്ട്. ഞാൻ അറിഞ്ഞതെന്ന് വെച്ചാൽ ഓരോ കുട്ടിയുടെയും പ്രശ്നങ്ങൾ ശാസ്ത്രീയമായി മനസ്സിലാക്കി അവരുടെ സിലബസ് തയ്യാറാക്കി പുസ്തകങ്ങൾ തയ്യാറാക്കിയാണ് പഠിപ്പിക്കുന്നതെന്ന് കേട്ടു. അതിൻ്റെ കാര്യങ്ങൾ എങ്ങനെയാണ്? തീർച്ചയായിട്ടും നമ്മൾ പഠിക്കാൻ പ്രയാസമുള്ള കുട്ടികളെന്ന് വെച്ചാൽ സ്കൂളിൽ നിന്ന് അവരെ പഠിപ്പിക്കുന്ന പുസ്തകങ്ങൾ അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. പഠന പ്രയാസമുള്ള കുട്ടികൾ, ഓരോ കുട്ടികളും അവരുടെ രക്ഷിതാക്കളോടും അധ്യാപകരോടും പറയുന്നൊരു കാര്യമുണ്ട്, ടീച്ചറെ നിങ്ങൾ പഠിപ്പിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല, എനിക്ക് മനസ്സിലാവുന്ന രൂപത്തിൽ നിങ്ങൾ പഠിപ്പിക്കൂ എന്നുള്ളത്. അപ്പോൾ നിലവിലുള്ള പുസ്തകം അവർക്ക് താങ്ങാൻ പറ്റാത്തത് കൊണ്ടാണ്, ഉൾക്കൊള്ളാൻ പറ്റാത്തത് കൊണ്ടാണ് അവർ ബാക്കോട്ട് വരുന്നത്. നമ്മൾ അതേ പുസ്തകം തന്നെ വീണ്ടും വീണ്ടും ചൊല്ലി പഠിപ്പിക്കുന്നതുകൊണ്ട് കാര്യമില്ല. നമ്മളിവിടെ നമ്മുടെ സൈക്കോളജിസ്റ്റ്, റെമഡിയൽ ടീച്ചേഴ്സ്, അക്കാദമിക് കൺസൾട്ടൻറ്റ് തുടങ്ങിയവർ വിദഗ്ധമായി ഈ കുട്ടിക്ക് വേണ്ടി ഒരു IEP, ഇൻഡിവിജ്വൽ എഡ്യൂക്കേഷൻ പ്ലാൻ കസ്റ്റമൈസ്ഡായി ടൈലർ മെയ്ഡായി ഉണ്ടാക്കി അത് വെച്ചാണ് കുട്ടികളെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ നല്ല റിസൾട്ടാണ്. 1 മാസം കൊണ്ട് തന്നെ ഈ കുട്ടികളുടെ പഠന പ്രയാസം നമുക്ക് പരിഹരിക്കാൻ പറ്റുന്നുണ്ട്. ഇങ്ങനെ ഓൺലൈൻ ക്ലാസ്സസ് ആണോ അവൈലബിൾ, ഓഫ്ലൈൻ ആയിട്ട് ക്ലാസ് കൊടുക്കുന്നുണ്ടോ? അത് നിങ്ങൾ എങ്ങനെയാണ് കുട്ടികളെ സെലക്ട് ചെയ്യുന്നത്? അതിൻ്റെ പ്രോസസ്സ് ഒന്ന് പറഞ്ഞുതരും. ഓക്കെ,
ഓൺലൈനായിട്ടാണ് നമ്മളിപ്പം ക്ലാസ് പൊതുവേ കൊടുത്തു വരുന്നത്. കുട്ടികളെ എൻക്വയറി വരുന്നതിന് ശേഷം 1 മണിക്കൂർ നീണ്ടുന്ന ഫ്രീ അസസ്മെൻറ്റ് നമ്മൾ നടത്തും. അതിന് പേയ്മെൻറ്റ് അടക്കേണ്ടതില്ല. അതിലൂടെ കുട്ടിയുടെ പ്രശ്നം എന്താണെന്ന് മനസ്സിലാക്കി അതിന് പറ്റുന്ന പാഠപുസ്തകം ഉണ്ടാക്കുകയും സിലബസ് ഉണ്ടാക്കുകയും അതിന് അനുയോജ്യരായ ടീച്ചേഴ്സിനെ വെച്ച് ട്രെയിനേഴ്സിനെ വെച്ചിട്ടാണ് നമ്മൾ ഓൺലൈനായി കൊടുക്കുന്നത്. സ്കൂളുകളിലേക്ക് പ്രൊജക്റ്റായിട്ട് ഓഫ്ലൈനായിട്ട് ഗ്രൂപ്പായിട്ട് നമ്മൾ ക്ലാസ് കൊടുക്കുന്നുണ്ട്. ലേൺഫിഡൻസിൽ വേറെ എന്തൊക്കെ കോഴ്സസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്? ലേൺഫിഡൻസിൽ ഈ പഠന പ്രയാസമുള്ള കുട്ടികളെ പരിഹരിക്കുന്ന പ്രക്രിയയിലേക്ക് നമ്മൾ വന്ന സമയത്ത് ഒരു കുട്ടിക്ക് ഒരു ടീച്ചർ എന്ന നിലക്കാണ് നമ്മൾ ചെറിയ രൂപത്തിൽ തുടങ്ങിയപ്പോൾ എല്ലാ മാസവും 200ഓളം കുട്ടികൾ നമുക്ക് അഡ്മിഷൻ എടുക്കുന്നുണ്ട്. ആ സമയത്ത് ടീച്ചേഴ്സിൻ്റെ ലഭ്യത കുറഞ്ഞപ്പോൾ 6 മാസത്തെ ടീച്ചേഴ്സ് ട്രെയിനിങ് ഡിപ്ലോമ കോഴ്സ് നമ്മൾ നടത്തുന്നുണ്ട്. 6 മാസം ഓൺലൈനായി പഠിച്ച് വീട്ടിലിരുന്ന് തന്നെ അവർക്ക് പഠിക്കാം. നമ്മൾ 100% അവർക്ക് പ്ലേസ്മെൻറ്റ് കൊടുക്കും. ആ ഒരു ടീച്ചേഴ്സ് ട്രെയിനിങ് ഡിപ്ലോമ ഇൻ ലേണിംഗ് ഡിസോർഡർ മാനേജ്മെൻറ്റ് എന്ന കോഴ്സും നമ്മൾ നടത്തുന്നുണ്ട്. അപ്പോൾ അറിയാൻ ഒരു കാര്യം എന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മുടെ ഈ സ്കൂളിലെ ക്ലാസ്സും ഈ ക്ലാസ്സും എങ്ങനെ നമുക്ക് ഒരുമിച്ച് കൊണ്ടുപോകാൻ വേണ്ടി പറ്റും, അതിൻ്റെ കാര്യങ്ങളൊന്ന് പറഞ്ഞുതരും. തീർച്ചയായിട്ടും സ്കൂളിലെ ക്ലാസ് നടക്കുന്നത് 9 മണി മുതൽ 5 മണി വരെ ആയിരിക്കുമല്ലോ, അല്ലെങ്കിൽ 10 മണി മുതൽ 4 മണി വരെ. നമ്മുടെ ക്ലാസ്സൊക്കെ വരുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സമയത്ത് വൈകുന്നേരങ്ങളിൽ രാത്രിയിൽ 1 മണിക്കൂറാണ് ക്ലാസ് വരിക. ഒരു ദിവസം ക്ലാസ് ഉണ്ടാവും, പിറ്റേന്ന് ഹോംവർക്ക് വാട്സപ്പ് വഴി ചെക്ക് ചെയ്തിട്ടാണ് നമ്മളതിൻ്റെ റിസൾട്ട് ഉണ്ടാക്കുന്നത്. അപ്പോൾ സ്കൂൾ പഠനത്തിന് ഒരിക്കലും തടസ്സമല്ല. വൈകുന്നേരങ്ങളിലാണ് നമ്മൾ ക്ലാസ് കൊടുക്കുന്നത്. സ്കൂൾ വിട്ട് വന്നതിന് ശേഷം അല്പസമയം ലേൺഫിഡൻസിന്റെ ക്ലാസ്സിന് വേണ്ടി മാറ്റിവെച്ചാൽ മതിയാവും. രണ്ടും ഒരുപോലെ കൊണ്ടുപോകാൻ സാധിക്കും. ADHD, ഡിസ്ലെക്സിയ തുടങ്ങിയ പഠന പിന്നോക്കാവസ്ഥകൾ പൂർണ്ണമായും ഇവർ പരിഹരിക്കുന്നുണ്ട്. മിതമായ ഫീസ് മാത്രമാണ് നിലവിൽ ഈടാക്കുന്നത്. ഇനി ആരെങ്കിലും പഠനത്തിൽ പുറകോട്ട് പോയിട്ടുണ്ടെങ്കിൽ ഒട്ടും ടെൻഷൻ വേണ്ട. ഫുൾ കോൺഫിഡൻ്റ് ആയിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ലേൺഫിഡൻസ് ഉണ്ട്. നിങ്ങളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി അതിനനുസരിച്ചുള്ള പുസ്തകങ്ങൾ തയ്യാറാക്കിയാണ് ഇവർ പഠിപ്പിക്കുന്നത്. രക്ഷിതാക്കൾ ഈ അവസരം എന്തായാലും ഉപയോഗപ്പെടുത്തണമെന്ന് മാത്രമാണ് പറഞ്ഞു വയ്ക്കാനുള്ളത്. ക്യാമറമാൻ യദു കണ്ണപുരത്തിനോടൊപ്പം ഷാരിമ രാജൻ, കണ്ണൂർ വിഷൻ.